സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിന്റെ മുന്തിത്തൊട്ടിന് കാലാ പറിക്കരുത്. നിന്റെ മുന്തിത്തൊട്ടിൽ വീണ് കിടക്കുന്ന പഴം പുറക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടയക്കണം. ലേവ്യ പുസ്തകം 19-10 വാക്യം. ദൈവം എപ്പോഴും ആവശ്യത്തിരിക്കുന്നവരെ കരുതുവാൻ തൻ്റെ ജനത്തോട് അലയിച്ചിട്ടുണ്ട്. മോശയിലൂടെ അവൻ നൽകിയ ചില നിയമങ്ങൾ ദൈവം ജനങ്ങളോട് അവർ വയലിൻ്റെ അരികിൽ കൊയ്യുകയും മുഴുവൻ വിളയും ശേഖരിക്കുകയും ചെയ്തെഴുതുന്ന നിർദ്ദേശിച്ചു. ഒരു മുന്തിരിത്തോട്ടം വിളവെടുക്കുമ്പോൾ ദരിദ്രർക്കും പരദേശികൾക്കും വേണ്ടി താഴെ വീഴുന്ന പഴം ഉപേക്ഷിപ്പാൻ പറഞ്ഞു. ലേവ്യ 19-10 വാക്യം. തൻ്റെ ജനം മറ്റുള്ളവരെക്കുറിച്ച് ബോധവാന്മാരാകുവാനും അവരുടെ ഇടയിൽ ദുർബലരായവർക്ക് സഹായം നൽകുവാനും ദൈവം ആഗ്രഹിച്ചു. നാം ഔദാര്യമുള്ളവരാണെന്ന് തോന്നാമെങ്കിലും മറ്റുള്ളവർക്ക് നൽകാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുവാനും അതിനുള്ള സൃഷ്ടിപരമായ വഴിക്കുമായാണ് അവൻ്റെ ജ്ഞാനത്തിനായി നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം. തൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിപ്പാൻ നമ്മെ സഹായിപ്പാൻ അവൻ ഇഷ്ടപ്പെടുന്നു. പ്രായോഗിക സഹായം മറ്റുള്ളവരെ കേൾക്കുന്ന ചെവി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഔദാര്യം കാണിക്കാനാകും? എപ്പോഴാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഔദാര്യം സ്വീകരിപ്പാൻ ഇടവന്നിട്ടുള്ളത്? നിങ്ങൾക്കതെങ്ങനെ തോന്നി? പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങളൊരാളെ ജീവിപ്പാനും ഞങ്ങൾക്ക് വേണ്ടി മരിപ്പാനും ആയി യേശുവിനെ അയച്ചതിനായി നന്ദി. ഈ അത്ഭുതകരമായ സമ്മാനത്തിന് പകരമായി എൻ്റെ ഹൃദയത്തിൽ സ്നേഹവും നന്ദി നിറയുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അതിൽ നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.